ഹലോ, ഇന്നലെ ഗോവിന്ദചാമി ജയിലിൽ ചാടി കുറച്ചു നേരം കൊണ്ട് തന്നെ അയാളെ പോലീസ് പിടിച്ചു. പിന്നെ അങ്ങോട്ട് സോഷ്യൽ മീഡിയ നിറച്ചും ഗോവിന്ദചാമി മയായിരുന്നു. ഫേസ്ബുക്കില്, വാട്സപ്പില്, ഇൻസ്റ്റഗ്രാമില്, യൂട്യൂബില് എവിടെ നോക്കിയാലും ഈ ഗോവിന്ദചാമി കഥകൾ. എങ്ങനെ ഇയാൾ ഇതിന്റെ മുകളിൽ കയറി, എങ്ങനെ താടി വച്ചു, എങ്ങനെ ക്ഷീണിച്ചു, എല്ലാ കഥകളുമാണ് പറയുന്നത്. അതൊന്നും കൂടായിട്ട് വീട്ടിലൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരും ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാം നല്ല കാര്യം തന്നെയാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് ഇതൊന്നുമല്ല, വേറൊരു കാര്യം തോന്നിയത്, ഈ ഗോവിന്ദചാമിയുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിയിലുള്ള കമന്റ് സെക്ഷനിൽ ഒരു 50% ആളുകളും പോലീസിനെ പഴിചാർന്ന് കണ്ടു. അതായത് ഈ പോലീസ് എന്താ ഇങ്ങനെ, പോലീസിന് ഒരു സുരക്ഷയില്ലേ നമ്മുടെ നാട്ടില്? എങ്ങനെ ഈ കൊടും കുറ്റവാളികളൊക്കെ ചാടിപ്പോകുമ്പോൾ നമ്മൾ കിടന്നുറങ്ങും? ഇവരൊക്കെ എവിടെ നോക്കിയിരിക്കുക, ഫോണിൽ കുത്തി കളിക്കുവാണോ തുടങ്ങിയ കമന്റുകൾ. അപ്പൊ ആദ്യം എനിക്ക് മനസ്സിലായി ഇവർ പെട്ടെന്ന് പിടിച്ചല്ലോ, പിന്നെന്താ ഈ പ്രശ്നം? പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റും ജയിൽ ഡിപ്പാർട്ട്മെന്റും രണ്ടാണെന്ന് അറിയാത്ത ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അതിന് പിന്നെ എനിക്ക് ഉറപ്പ് തരാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഒരാൾ വന്നു, ഒരു ആന്റി. പുള്ളിക്കാരി ഇങ്ങനെ വീരവാദത്തിൽ സംസാരിക്കുകയാണ്. ഇങ്ങനെ ഗോവിന്ദചാമി പോയപ്പോ ഇങ്ങനെ പിടിച്ച് മുടിയൊക്കെ പിടിച്ച് വലിച്ചാണ് കിണറ്റിന്ന് കയറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഊർജം കൊള്ളുകയാണേ. അപ്പം പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോൾ ഈ പോലീസിന്റെ കാര്യം ഇങ്ങനെ ചോദിച്ചു. എന്റെ മനസ്സിൽ ഈ ഡൗട്ട് ഉള്ളതുകൊണ്ട് ഈ പോലീസും ജയിലും ഡിപ്പാർട്ട്മെന്റ് വ്യത്യാസമാണല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി പറയണേ, അല്ലല്ല, പോലീസ് ആദ്യം കുറച്ചൊന്ന് നാണം കെട്ടെങ്കിലും പിടിച്ചിട്ട് പെട്ടെന്ന് ആ നാണക്കേടങ്ങ് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, ഇത് രണ്ട് ഡിപ്പാർട്ട്മെന്റാണ്. ഞാൻ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും, പുള്ളിക്കാരി സമ്മതിക്കുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ശരി ആയിക്കോട്ടെ, രണ്ടുപേരെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോ നിങ്ങളുടെ ചുറ്റുപാടും ഇങ്ങനെയുള്ള ആളുകളുണ്ടോ? ഇപ്പോഴും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റും ജയിൽ ഡിപ്പാർട്ട്മെന്റാണ് ഒന്നാണെന്ന് വിചാരിക്കുന്നവരുണ്ടോ? അല്ലെങ്കിൽ കാക്കിയിടുന്നവരെല്ലാവരും പോലീസ്, ഫയർഫോഴ്സ്, ജയില് എല്ലാം ഒരേ വകുപ്പാണെന്ന് ചിന്തിക്കുന്നവർ ഇപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ.